ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ഓഫ് റൊട്ടേഷണൽ മോഷൻ ആണ്. അപ്പോൾ ഈ റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സിസ്റ്റമാണ് റിജിഡ് റൊട്ടേറ്റർ എന്ന് പറയുന്നത്. ആ റിജിഡ് റൊട്ടേറ്റർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. പ്ലാനാർ റിജിഡ് റൊട്ടേറ്ററും നോൺ പ്ലാനാർ റിജിഡ് റൊട്ടേറ്ററും. അതിൽ പ്ലാനാർ റിജിഡ് റൊട്ടേറ്റർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് പാർട്ടിക്കിൾ ഓൺ എ റിംഗ്. നോൺ പ്ലാനാർ റിജിഡ് റൊട്ടേറ്റർ എന്ന് പറയുന്ന ഒരു പേരാണ് പാർട്ടിക്കിൾ ഓൺ എ സ്ഫിയർ. ക്ലിയർ ആയോ? ക്ലിയർ ആയി. പാർട്ടിക്കിൾ ഓൺ എ റിംഗും പാർട്ടിക്കിൾ ഓൺ എ സ്ഫിയർ, അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഓൺ റിംഗ് എങ്ങനെ പറയാം? പ്ലാനാർ റിജിഡ് റൊട്ടേറ്റർ. പാർട്ടിക്കിൾ ഓൺ എ സ്ഫിയറിന് എന്ത് പറയാം? നോൺ പ്ലാനാർ റിജിഡ് റൊട്ടേറ്റർ. ഇപ്പൊ റിജിഡ് റൊട്ടേറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സിസ്റ്റവും സോൾവ് ചെയ്യണം. ഇനി എടുത്ത് പ്ലാനാർ അല്ലെങ്കിൽ നോൺ പ്ലാനാർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി. റിജിഡ് റൊട്ടേറ്റർ എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സിസ്റ്റവും നമ്മൾ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ആ പോർഷനിലോട്ട് കടക്കാം. എഴുതാ ക്വാണ്ടം മെക്കാനിക്സ് ഓഫ് റൊട്ടേഷണൽ മോഷൻ. ക്വാണ്ടം മെക്കാനിക്സ് ഓഫ് റൊട്ടേഷണൽ മോഷൻ. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർട്ടിക്കിൾ ഓൺ എ റിംഗ് ആണ്. അതായത് റൊട്ടേഷൻ ഇൻ 2 ഡയമെൻഷൻ. റൊട്ടേഷൻ ഇൻ 2 ഡയമെൻഷൻ. റൊട്ടേഷൻ ഇൻ 2 ഡയമെൻഷൻ. അതിന് എക്സാമ്പിൾ ആണ് പാർട്ടിക്കിൾ ഓൺ എ റിംഗ്. പാർട്ടിക്കിൾ ഓൺ എ റിംഗ്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം? പ്ലാനാർ റിജിഡ് റൊട്ടേറ്റർ. പ്ലാനാർ റിജിഡ് റൊട്ടേറ്റർ. ഒരു റിജിഡ് റൊട്ടേറ്റർ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? റിജിഡ് റൊട്ടേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ ഇല്ലേ? ഇപ്പൊ നമ്മളൊരു ഡയാറ്റോമിക് മോളിക്യൂളിനെ കൺസിഡർ ചെയ്യാന്ന് വെക്ക്. Consider a diatomic molecule has mass m1 and m2. Consider a diatomic molecule has mass m1 and m2. Let R be the distance between m1 and m2. Let R be the distance between m1 and m2. ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് ചോദിക്കുക. R2 be the distance from equilibrium position to m2. R2 be the distance from equilibrium position to m2. And R1 be the distance from equilibrium position to m1. അതായത് ഞാൻ ഇപ്പോൾ ഈ റെഡ് കൊണ്ട് മാർക്ക് ചെയ്തതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ, അതായത് ആ സെന്റർ വരുന്നത്. അതിൽ നിന്ന് m2ലോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ R2 എന്ന് കൊടുത്തു, m1ലോട്ടുള്ള ഡിസ്റ്റൻസ് R1 എന്ന് കൊടുത്തു. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു റിജിഡ് റൊട്ടേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡയാറ്റോമിക് മോളിക്യൂളിനെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും? ഒരു റിജിഡ് റൊട്ടേറ്റർ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഡയാറ്റോമിക് മോളിക്യൂളിനെയാണ് നമ്മൾ ഇത് പറയുന്നത് റിജിഡ് റൊട്ടേറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, ഇങ്ങനെ ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാ മാസ് കണ്ടുപിടിക്കുക? മ്യൂസ് ഈക്വൽ ടു, നമ്മൾ എപ്പോഴും റെഡ്യൂസ്ഡ് മാസ് ആണ് ചെയ്ത അല്ലെ. മ്യൂസ് ഈക്വൽ ടു എന്താ? m1 m2 ബൈ m1 പ്ലസ് m2. m1 m2 ബൈ m1 പ്ലസ് m2. എപ്പോഴും ഡയാറ്റോമിക് മോളിക്യൂൾ എടുക്കുമ്പോൾ നമ്മൾ റെഡ്യൂസ്ഡ് മാസ് ആണ് കൺസിഡർ ചെയ്യുക. മ്യൂസ് ഈക്വൽ ടു m1 പ്ലസ് m1 ഇൻറ്റു m2 ബൈ m1 പ്ലസ് m2. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നമുക്ക് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക?
മിസ് ക്ലിയർ ആയില്ല. നമ്മൾ എപ്പോഴും ഒരു ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തിൽ വെച്ചിട്ടാ സ്റ്റാർട്ട് ചെയ്യാറ്? ഏത് ഇക്വേഷൻ വെച്ചിട്ടാ സ്റ്റാർട്ട് ചെയ്യാ? Schrodinger equation. സ്ക്രോണിജർ ഇക്വേഷൻ. എന്താ സ്ക്രോണിജർ ഇക്വേഷൻ? H cap psi equal to E psi. H psi is equal to E psi. H psi is equal to E psi. ഇനി എന്താ എച്ച് ക്യാപ്പ് എന്ന് പറഞ്ഞ ഒരു എനർജി ഓപ്പറേറ്റർ ആണല്ലേ, ഹാമിൽട്ടോണിയൻ. അപ്പൊ അതിന് നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാറ്? മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി psi ഈക്വൽ ടു E psi. നമ്മൾ ഹാമിൽട്ടോണിയൻ കൈനറ്റിക് എനർജി ടേമും പൊട്ടൻഷ്യൽ എനർജി ടേമും എഴുതി. മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ പ്ലസ് v psi ഈക്വൽ ടു E psi. Since rigid rotator possess only kinetic energy. ഒരു റിജിഡ് റൊട്ടേറ്റർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് എന്ത് മാത്രമേ ഉള്ളൂ? കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സിൻസ് റിജിഡ് റൊട്ടേറ്റർ possess only kinetic energy, equation can be reduces to v is equal to 0 ആകുമ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ psi ഈക്വൽ ടു E psi. Minus h cross square by 2m del square psi is equal to E. ഇനി നമ്മൾ പറഞ്ഞു ഇതൊരു റിജിഡ് റൊട്ടേറ്റർ ആയതുകൊണ്ട് നമുക്ക് മാസിനെ എങ്ങനെ വെച്ച് റീപ്ലേസ് ചെയ്യാം? റെഡ്യൂസ്ഡ് മാസ് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണം. കാരണം രണ്ട് സിസ്റ്റം ഉണ്ട്. മാസ് എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിന്റെ മാസ് മാത്രമേ ഇവിടെ കണക്കുള്ളൂ. റിജിഡ് റൊട്ടേറ്റർ ആകുമ്പോൾ എങ്ങനെയാ? m1 എന്നും m2 എന്ന് പറഞ്ഞ മാസുള്ള രണ്ട് ആറ്റംസ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ മാസിനെ റെഡ്യൂസ്ഡ് മാസ് വെച്ചിട്ട് എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. സിൻസ് ഇറ്റ് ഈസ് എ റിജിഡ് റൊട്ടേറ്റർ, m can be replaced by mu. Since it is a rigid rotator, m can be replaced by mu. mu എന്ന് പറഞ്ഞ എന്താ? reduced mass. reduced mass. അപ്പോൾ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2 mu ഡെൽ സ്ക്വയർ psi ഈക്വൽ ടു E psi. ഇതുവരെ ക്ലിയർ ആയോ എല്ലാവർക്കും? Yes, ma'am. ഇനി നമ്മൾ പറഞ്ഞു നമ്മൾ എന്തിനു വേണ്ടിയാ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് പഠിച്ചത്? നമുക്ക് ഈ റൊട്ടേഷണൽ മോഷൻസ് ഒക്കെ വരുമ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിലാണ് നമ്മൾ റൊട്ടേഷണൽ മോഷന്റെ ഡെറിവേഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് അറിയണം ഈ സൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽ സ്ക്വയറിനെ എങ്ങനെ നമുക്ക് ക്വാണ്ടം മെക്കാനിക്കലി സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് അറിയണം. നമ്മൾ സാധാരണ ഇങ്ങനെ ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ എന്തിൽ എഴുതാറുള്ളത്? ഡെൽ സ്ക്വയറിനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ എക്സ്പ്രസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് എന്തറിയണം? ഇതിനെ എങ്ങനെ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് അറിയണം. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഡെൽ സ്ക്വയർ ഈക്വൽ ടു സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ ഡെൽ സ്ക്വയറിന്റെ എക്സ്പ്രഷൻ ആണ് ഡെൽ സ്ക്വയർ ഈക്വൽ ടു 1 ബൈ ആർ സ്ക്വയർ ഡോ ബൈ ഡോ ആർ സ്ക്വയർ ഡോ ബൈ ഡോ ആർ. 1 ബൈ ആർ സ്ക്വയർ ഡോ ബൈ ഡോ ആർ സ്ക്വയർ ഡോ ബൈ ഡോ ആർ at constant theta and phi plus 1 by r square sin theta dou by dou theta sin theta dou by dou theta at constant r and phi plus
1/r² sin square തീറ്റ ഡോ സ്ക്വയർ ബൈ ഡോ ഫൈ സ്ക്വയർ അറ്റ് കോൺസ്റ്റന്റ് ആർ ആൻഡ് തീറ്റ. ഇതാണ് ഡെൽ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിലുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെക്കണം, എന്നാലാണ് ഇനിയുള്ള സിസ്റ്റംസ് ഒക്കെ നമുക്ക് ഡെറിവേഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. 1/r² ഡോ ബൈ ഡോ r² ഡോ ബൈ ഡോ r പ്ലസ് 1/r² sin തീറ്റ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ പ്ലസ് 1/r² sin സ്ക്വയർ തീറ്റ ഡോ സ്ക്വയർ ബൈ ഡോ ഫൈ സ്ക്വയർ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡെൽ സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലാവരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എല്ലാവരും എഴുതിയോ? Yes, ma'am. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ടേംസുകൾ അറിയണം. തീറ്റയുടെ വാല്യൂ എത്രയാണ് എന്നൊക്കെ അറിഞ്ഞാലാണ് ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു സിസ്റ്റം കാണിച്ചു തരാം. അതായത് നമ്മൾ പറഞ്ഞത് എന്താണ്, പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എങ്ങനെയാ, ഒരു റിങ്ങിലാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. പാർട്ടിക്കിൾ ഒരു റിങ്ങിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പം അതിനുള്ളിൽ നമുക്ക് ആക്സിസുകൾ കൺസിഡർ ചെയ്യാം. സെൻറ്ററിൽ നിന്ന് വരയ്ക്കണേ. ഞാൻ ഇതിൽ വരയ്ക്കുന്നതുകൊണ്ട് അത്ര ഭംഗിയായിട്ട് വരുന്നില്ല. നിങ്ങൾ സെൻറ്ററിൽ നിന്ന് വരയ്ക്കണം കേട്ടോ. ഇത് സെൻറ്ററാണ്. സെഡ് വൈ എക്സ്. പാർട്ടിക്കിൾ ഈ റിങ്ങിലാണ് മൂവ് ചെയ്യുന്നത്. അതിൽ നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം എടുത്തു XYZ. ഇനി സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ ഏതൊക്കെ കോർഡിനേറ്റ് യൂസ് ചെയ്യാം നമ്മൾ ഓർക്കുന്നുണ്ടോ? ആർ, തീറ്റ, ഫൈ. ഈ 3 കോർഡിനേറ്റുകളാണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്, സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇനി എന്താ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു പാർട്ടിക്കിൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കുക. ഇവിടെ ഒരു പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾ ഈ ഒറിജിൻ ആയിട്ട് ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർ എന്ന് പറയുന്നത്. ഒറിജിൻ ആയിട്ട് ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസിനെ ആർ എന്ന് പറയണു. പിന്നെ എന്താ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിയുടെ പ്രൊജക്ഷൻ XY പ്ലെയിനിൽ ഉണ്ടാവും. അത് എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കണ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈ എന്ന് പറയുന്നത്. അത് എടുത്തതാണ്, നിങ്ങൾ വായിച്ചു നോക്കി കിട്ടും കേട്ടോ, ഫൈ എന്ന് പറയുന്നത്. പിന്നെ
ഈ ആംഗിളിന് സെഡ് ആയിട്ട് ഈ ആർ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. ഇതുവരെ ക്ലിയർ ആയോ? നമ്മൾ പറഞ്ഞത് തന്നെയാണ് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്. അത് നമ്മൾ ആർ തീറ്റ ഫൈ അങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പാർട്ടിക്കിളിന് ഒറിജിനലുള്ള ഡിസ്റ്റൻസ്, ആ പൊസിഷനെയാണ് നമ്മൾ ഇത് പറയുന്നത് ആർ എന്ന് പറയുന്നത്. ഇനി ആ പിയുടെ പ്രൊജക്ഷൻ എക്സ് വൈ പ്ലെയിനിൽ ഉണ്ടാക്കുമ്പോൾ അത് എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് ഫൈ എന്ന് പറയുന്നത്. ഈ ആറ് സെഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് എന്ത് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ? Yes, miss. ഇനി അപ്പൊ നമ്മൾ ഈ പാർട്ടിക്കിളിനെ ഈ റിങ്ങിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മൾ ഈ പി കൊടുത്തത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം, അപ്പോൾ കറക്റ്റ് ആയിരിക്കും. അതായത് റിങ്ങിലുള്ള ഒരു പാർട്ടിക്കിൾ ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഏതാ വി കൺസിഡർ പാർട്ടിക്കിൾ ഓഫ് മാസ്, വി കൺസിഡർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് m moving in a horizontal circular path of radius r. Circular path of radius r. We consider a particle of mass m moving in a horizontal circular path of radius r in xy plane. അതായത് പാർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു 2 ഡയമെൻഷനിലാണ്. അപ്പൊ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഏത് പ്ലെയിനിലാ? എക്സ് വൈ പ്ലെയിനിലാണ് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻ എക്സ് വൈ പ്ലെയിൻ. ഇത് മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ? മനസ്സിലായി. ഇനി നമ്മൾ പറഞ്ഞു ഒരു റിജിഡ് റൊട്ടേറ്ററിൽ m1 എന്ന് പറഞ്ഞ മാസ് ഉണ്ട്, m2 എന്ന് പറഞ്ഞൊരു മാസ് ഉണ്ട് അല്ലേ? ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ നേരത്തെ എന്ത് കൊടുത്തത് r എന്ന് കൊടുത്തു. ഇനി നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യില്ല. ഇപ്പൊ നമ്മൾ ഹൈഡ്രജൻ മോളിക്യൂൾ എടുക്കാന്ന് വിചാരിക്കും, ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. അതിനൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ r എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡോ ബൈ ഡോ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? r എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡോ ബൈ ഡോ ആറിന്റെ വാല്യൂ എന്തായിരിക്കും? ഇപ്പൊ 0, കാരണം 5 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ ഡോ ബൈ ഡോ എക്സ് ഓഫ് 5 എടുക്കാന്ന് പറഞ്ഞാൽ എന്താ 0 അല്ലേ? അതേപോലെ തന്നെയാണ് ഈ r എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡോ ബൈ ഡോ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതാം, since it is a rigid rotator, the distance is constant. Therefore, dou by dou r equal to 0. Dou by dou r equal to 0. അപ്പൊ ഡോ ബൈ ഡോ ആർ ഈക്വൽ ടു 0 ആയി എന്ത് സംഭവിക്കും? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് എന്താവും? ക്യാൻസൽ ചെയ്യും. കാരണം ആദ്യത്തെ ടേമിൽ എന്താ ഉള്ളത്? ഡോ ബൈ ഡോ ആറിന്റെ ടേംസ് ആണ് ഉള്ളത് അല്ലേ? അപ്പൊ ഈ ടേം എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 0 ആയിട്ട് ചേഞ്ച് ചെയ്തു. ഇത് ക്ലിയർ ആയോ പറഞ്ഞത്? Yes, miss. ഇനി അടുത്ത ടേം എടുക്കുക. അടുത്ത ടേം എന്ന് പറയുന്നത് തീറ്റയുടെ ടേം ആണ് അല്ലേ? നമ്മൾ പറഞ്ഞു ഈ സിസ്റ്റം മൂവ് ചെയ്യുന്നത് എന്തിലാണ്? എക്സ് വൈ പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ വിചാരിക്കുകയാണ്, അതെ ഇതാണ് നമ്മുടെ എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുന്നത് അല്ലേ? ഈ പ്ലെയിനിലാണ് നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം തീറ്റ എന്ന് പറയുന്നത് ഏത് പ്ലെയിനിലാണ് വരുന്നത്? സെഡ് പ്ലെയിനിലാണ് വരുന്നത് അല്ലേ? അപ്പൊ തീറ്റ എന്ന് പറയുന്നതും എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് 2 ഡയമെൻഷനിലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതും എക്സ് വൈ പ്ലെയിനിലാണ് ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അപ്പൊ ആ പാർട്ടിക്കിളിനോട് റിലേറ്റ് ചെയ്യുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് എവിടെയാ? സെഡ് ആക്സിസിൽ വരുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇത്രയും ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായി മിസ്. അങ്ങനെ തീറ്റ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡോ ബൈ ഡോ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡോ ബൈ ഡോ തീറ്റ എന്ന് പറയുന്നത്
0 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ എഴുതാ, സിൻസ് പാർട്ടിക്കിൾ മൂവ്സ് ഇൻ XY പ്ലെയിൻ, സിൻസ് പാർട്ടിക്കിൾ മൂവ്സ് ഇൻ XY പ്ലെയിൻ, തീറ്റ ബിക്കം കോൺസ്റ്റന്റ്. കാരണം XY പ്ലെയിനിലാണ് അത് മൂവ് ചെയ്യുന്നത്. തീറ്റ വരുന്നത് Z ആക്സിസിലാണ്. അപ്പൊ തീറ്റ എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺസ്റ്റന്റ് ആണ്. സിൻസ് പാർട്ടിക്കിൾ മൂവ്സ് ഇൻ XY പ്ലെയിൻ, തീറ്റ ബിക്കംസ് കോൺസ്റ്റന്റ്. Therefore, dou by dou theta equal to 0. Dou by dou theta equal to 0. അപ്പൊ എന്ത് സംഭവിച്ചു? ഇക്വേഷൻ 1ലെ സെക്കൻഡ് ടേം എന്തായിട്ട് മാറി? 0 ആയിട്ട് ചേഞ്ച് ചെയ്തു. ഡോ ബൈ ഡോ തീറ്റ ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഡോ ബൈ ഡോ തീറ്റയുടെ ടേംസ് 0 ആയിട്ട് മാറി. ഇത് ക്ലിയർ ആയില്ലേ പറഞ്ഞത്? ക്ലിയർ ആയി മിസ്. ഇനി ലാസ്റ്റ് ഒരു ടേം കൂടി ഉണ്ട്. ഇതും കൂടി 0 ആയാൽ പിന്നെ ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത്, സപ്പോസ് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. ഫൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആവില്ല. കാരണം എന്താ? ഫൈ വരുന്ന ആംഗിൾ എവിടെയാ? XY പ്ലെയിനിലാണ് അല്ലേ. അപ്പൊ ഫൈ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല? കോൺസ്റ്റന്റ് അല്ല. അപ്പൊ അത് നോക്കണ്ട. സപ്പോസ് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റയുടെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് നമ്മൾ വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും? തീറ്റയുടെ പൊസിഷനിൽ നമ്മൾ എന്ത് കൊടുത്തു? 90 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. സൈൻ 90യുടെ വാല്യൂ എത്രയാ? എന്താ സൈൻ 90യുടെ വാല്യൂ? 1. അപ്പൊ നമുക്ക് ഇത് ഇക്വേഷൻ 1ലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് ഇൻ ഇക്വേഷൻ നമ്പർ 1. എന്തൊക്കെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? ഡോ ബൈ ഡോ ആർ 0 ആണ്, ഡോ ബൈ ഡോ തീറ്റ 0 ആണ്. അതേപോലെ തീറ്റയ്ക്ക് 90 ഡിഗ്രി കൊടുത്തിട്ട് നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാനുണ്ടോ? അതെനിക്ക് തോന്നുന്നുണ്ട് കാറ്റുള്ളതുകൊണ്ട് വൈഫൈയുടെ പ്രശ്ന. നമ്മൾ ഇത്രേ ചെയ്യാൻ പോകുന്നുള്ളൂ. ഡോ ബൈ ഡോ ആറും ഡോ ബൈ ഡോ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ തീറ്റയ്ക്ക് 90 ഡിഗ്രിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2 mu കേൾക്കുന്നില്ലേ പറയുന്നത്? ഇപ്പൊ കേൾക്കുന്നുണ്ട് മിസ്. പക്ഷെ ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. നമ്മൾ ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഡോ ബൈ ഡോ ആർ 0 എന്നും ഡോ ബൈ ഡോ തീറ്റ 0 എന്നും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ തീറ്റയ്ക്ക് 90 ഡിഗ്രി എന്നും കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പൊ മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2 mu. ഡോ ബൈ ഡോ ആർ 0 ആവുമ്പോൾ ആദ്യത്തെ ടേം 0 ആയിപ്പോയി. ഡോ ബൈ ഡോ തീറ്റ 0 ആവുമ്പോൾ രണ്ടാമത്തെ ടേമും 0 ആയിപ്പോയി. ഇനി മൂന്നാമത്തെ ടേം നോക്കാം. 1 ബൈ ആർ സ്ക്വയർ. തീറ്റയ്ക്ക് നമ്മൾ എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? 90 അല്ലേ. അപ്പൊ സൈൻ സ്ക്വയർ 90 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ വാല്യൂ? 1 ആണ്. അപ്പൊ ബാക്കി ഡോ സ്ക്വയർ ബൈ ഡോ ഫൈ സ്ക്വയർ സൈ ഈക്വൽ ടു ഇ സൈ. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയി മിസ്. ഇനി നമുക്ക് ഈ ആർ സ്ക്വയറിനെ ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ എന്ത് വരും? മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2 mu ആർ സ്ക്വയർ ഡോ സ്ക്വയർ ബൈ ഡോ ഫൈ സ്ക്വയർ സൈ ഈക്വൽ ടു ഇ സൈ. ഇനി എന്താ മ്യൂ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാ? മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. അപ്പൊ മ്യൂ ആർ സ്ക്വയറിനെ നമുക്ക് ഐ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. മ്യൂ ആർ സ്ക്വയർ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2i ഡോ സ്ക്വയർ ബൈ ഡോ ഫൈ സ്ക്വയർ സൈ ഈക്വൽ ടു
ഈസ് ഐ. ഇതുവരെ കിട്ടിയില്ല എല്ലാവർക്കും? Yes, miss. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ ഇവിടെ കണ്ടത് എന്താ? സൈ എന്ന് പറയുന്നത് എന്തിന്റെ ഒക്കെ ഫംഗ്ഷനാ? ആർ തീറ്റ ഫൈയുടെ ഫംഗ്ഷൻ ആയിരുന്നു അല്ലേ? നമ്മൾ സാധാരണ സൈ എക്സ്പ്രസ് ചെയ്യുക എക്സ് വൈ സെഡിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ്. ഇപ്പൊ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റർ ആയതുകൊണ്ട് സൈ എന്ന് പറയുന്നത് എന്തിന്റെ ഫംഗ്ഷൻ ആയിരുന്നു? ആർ തീറ്റ ഫൈയുടെ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ സൈനെ റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സെപ്പറേഷൻ ഓഫ് വേരിയബിൾ വെച്ചിട്ട് ഇതിനെങ്ങനെ എഴുതാം? ആർ ആർ തീറ്റ തീറ്റ ഫൈ ഫൈ എന്ന് ഇതിനെ എഴുതാനായിട്ട് പറ്റും. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നറിയില്ല, 3D ബോക്സ് നമ്മൾ പഠിച്ചപ്പോൾ എങ്ങനെയാ? സൈ എക്സ് വൈ സെഡിനെ നമുക്ക് എങ്ങനെ ചെയ്യാന്നാ പറഞ്ഞത്? എക്സിന്റെയും വൈയുടെയും സെഡിന്റെയും പ്രോഡക്റ്റ് ആയിട്ട് എഴുതാന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ടോട്ടൽ വേവ് ഫംഗ്ഷൻ കാണാൻ എന്താ ചെയ്യാൻ? നമ്മൾ അതിന്റെ പ്രോഡക്റ്റ് ആണ് എടുക്കുക. ടോട്ടൽ എനർജി കാണാൻ നമ്മൾ എന്താ ചെയ്യുക? സമ്മേഷൻ ആണ് ചെയ്യുക. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ക്ലാസ്സിൽ. അപ്പൊ സൈ എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാം? ഈ 3 ഫംഗ്ഷന്റെയും പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് സൈനെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ യൂസിങ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ വി ക്യാൻ റിട്ടേൺ ആസ് സൈ ആർ തീറ്റ ഫൈ ഈക്വൽ ടു ആർ തീറ്റ ആൻഡ് ഫൈ. ക്യാപിറ്റൽ ലെറ്റർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫൈയുടെ മുകളിലും അടിയിലും ഓരോ ലൈൻസ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ക്യാപിറ്റൽ തീറ്റ, സ്മോൾ ക്യാപിറ്റൽ ഫൈ, അതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സെപ്പറേഷൻ ഓഫ് വേരിയബിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ സൈ ഫംഗ്ഷനെ ഈ 3 ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നിൽ കൂടുതൽ വേവ് ഫംഗ്ഷൻ വരാണെങ്കിൽ ടോട്ടൽ വേവ് ഫംഗ്ഷൻ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ വേവ് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് എടുക്കണം. അത്രേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇവിടെ സൈ എന്ന് പറയുന്നത് ഈ 3 കോർഡിനേറ്റിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ സെപ്പറേഷൻ ഓഫ് വേരിയബിൾ വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം? സൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ തീറ്റ ആൻഡ് ഫൈ. ക്ലിയർ ആണോ പറഞ്ഞത്? Yes, miss. ക്ലിയർ ആണ് മിസ്. അപ്പൊ യൂസിങ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ വി ക്യാൻ റിട്ടേൺ ആസ് സൈ ആർ തീറ്റ ഫൈ ഈക്വൽ ടു ആർ തീറ്റ ഫൈ. ആർ തീറ്റ ഫൈ. Since in equation number 2, psi only depend on phi. അല്ലേ? psi എന്ന് പറയുന്നത് ഇവിടെ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യണുള്ളൂ? ഫൈനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സിൻസ് ഇക്വേഷൻ നമ്പർ 2, psi depend only on phi. Psi depend only on phi. We can written as, we can write എങ്ങനെ എഴുതാം നമുക്ക്? psi is only a function of phi. സൈനെ നമുക്ക് ഫൈയുടെ ഫംഗ്ഷൻ ആക്കി മാത്രം എഴുതാം. കാരണം ആറും തീറ്റയുടെ ടേംസ് എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ഇവിടെ ഇക്വേഷൻ നമ്പർ 2 നോക്കുമ്പോൾ സൈ ഡിപ്പെൻഡ് ചെയ്ത് എന്തിനെ മാത്രമാണ്? ഫൈനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈ ഈസ് ഓൺലി എ ഫംഗ്ഷൻ ഓഫ് ഫൈ. സൈ ഈസ് ഓൺലി എ ഫംഗ്ഷൻ ഓഫ് ഫൈ. അതായത് ആറിന്റെ ടേമും തീറ്റയുടെ ടേമും ക്യാൻസൽ ചെയ്ത് പോയി. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഫൈനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സൈഡ് എങ്ങനെയൊക്കെ എഴുതി? ഫൈയുടെ ഫംഗ്ഷൻ ആക്കി മാത്രം എഴുതി. ഇത് ക്ലിയർ ആയില്ലേ? Yes, ma'am. Substitute this in equation number 2. Substitute this in equation number 2. Minus h cross square by 2i dou square. Psiക്ക് പകരം എന്ത് കൊടുക്കുക? ഫൈ എന്ന് കൊടുക്കുക. Dou square 5 by dou phi square is equal to e phi of phi. On rearranging this equation, equation rearrange ചെയ്യുക. Dou square 5 by dou phi square is equal to, ഈ ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. മൈനസ് 2i by h cross square phi of phi. ഈ ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അത്രയേ ഉള്ളൂ.
Then put 2ie by h cross square is equal to m square. 2ie by h cross square is equal to m square. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ഇക്വേഷൻ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ഫൈ സ്ക്വയർ is equal to മൈനസ് എം സ്ക്വയർ ഫൈ മൈനസ് എം സ്ക്വയർ ഫൈ. ഇനി ഇതിനൊരു ഇക്വേഷൻ ഫോർമാറ്റിലോട്ട് എഴുതാം. അതായത് ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എങ്ങനെ എഴുതാം? ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ഫൈ സ്ക്വയർ, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? പ്ലസ് എം സ്ക്വയർ ഫൈ സീക്വൽ ടു 0. അപ്പൊ ഇതൊരു എന്തായി? സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയി അല്ലേ? ഇനി ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഫൈ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ ആണ് നമ്മുടെ റിങ്ങിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതുവരെ ക്ലിയർ ആയോ? ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഫൈ ഇക്വേഷൻ. ഫൈനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് ഫൈ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൽ നിന്ന് ഫൈ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഫൈ ആണ് നമ്മുടെ റിങ്ങിന്റെ വേവ് ഫംഗ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഐക്കൺ ഫംഗ്ഷൻ ആയിട്ട് വരാം. ഇതുവരെ ക്ലിയർ ആയോ? ഇതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിന്. മിസ് ഈ 2i by h cut square equal to m square എന്ന് ഇങ്ങനെ കൊടുത്തതാണ് m എന്ന്. അതായത് ഒരു കോണ്ടന്റ് നമ്പർ കൊടുത്തതാണ് എം സ്ക്വയർ എന്ന് കേട്ടോ. ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്തതാണ്. ഒരു കോൺസ്റ്റന്റ് ആണ് കൊടുത്തത് എം സ്ക്വയർ. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. ഇപ്പൊ നമ്മുടെ സമയം തീരെ. അപ്പൊ നിങ്ങൾ ഒന്ന് ലീവ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ എൻ്റർ ചെയ്യാം കേട്ടോ. Okay, ma'am.